ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിലെ 5-ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. എല്ലാ പൗരന്മാർക്കും സമത്വവും ക്ഷേമവും കൊണ്ടുവരിക എന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ലെന്ന് ഭരണഘടനാ ശില്പികൾക്ക് അറിയാമായിരുന്നു. അതിനാൽ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. പിന്നെ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങൾക്ക് പിന്നിലുള്ള ധാർമ്മിക ശക്തി ഗവൺമെൻറ്റിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ അവ നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഭരണഘടനാ ശില്പികൾ ചിന്തിച്ചു. കൂടാതെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഗവൺമെൻറ്റിൽ സൃഷ്ടിക്കാൻ ജനങ്ങൾ പരിശ്രമിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പിലാക്കുന്നത്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനു സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാകില്ല. എന്തെന്നാൽ ഭാവി ഗവൺമെൻറ്റുകൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശമില്ലാത്തതിനാൽ നിയമം മൂലം നടപ്പിലാക്കാൻ കഴിയാത്ത ഭാഗമായാണ് ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗരേഖ നടപ്പാക്കിയില്ല എങ്കിൽ ആ നയം നടപ്പിലാക്കാൻ ആവശ്യമായ നിർദ്ദേശം ഗവൺമെൻറ്റിന് നൽകണമെന്ന് നിയമം മുഖേന ആവശ്യപ്പെടാൻ കഴിയില്ല. പിന്നെ അടുത്തൊരു നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദാർഹമല്ലാത്ത ഭാഗങ്ങളാണ്. നോൺ ജസ്റ്റിഷ്യബിൾ. ഇവ കോടതി മുഖേന നടപ്പാക്കാൻ കഴിയില്ല. പിന്നെ മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് ക്ഷേമരാഷ്ട്രമാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ് അടുത്തതായിട്ട്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം തുടങ്ങിയവയാണ്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും ചില നിർദ്ദേശക തത്വങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. സൗജന്യ നിയമസഹായം. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ദേശീയ പ്രാധാന്യവും ചരിത്രപരവുമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ രീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ്. പിന്നെ അടുത്തൊരു നിർദ്ദേശക തത്വങ്ങളാണ് ലക്ഷ്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. ജനക്ഷേമം, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, വിഭവങ്ങളുടെ തുല്യ വിതരണം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക തുടങ്ങിയവയാണ്. പിന്നെ ഇതിൻ്റെ നയങ്ങൾ: ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക, പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക തുടങ്ങിയവയാണ്. പിന്നെ നിർദ്ദേശ തത്വത്തിലെ ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങളാണ് നോൺ ജസ്റ്റിഷ്യബിൾ റൈറ്റ്സ് ആണ് അടുത്തത്. മതിയായ ഉപജീവന മാർഗം, പുരുഷനും സ്ത്രീക്കും ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം, തൊഴിലിനായുള്ള അവകാശം, പിന്നെ ശിശുപരിപാലനവും 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും തുടങ്ങിയവയാണ്. അടുത്തതായിട്ട് നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഗവൺമെൻറ് നടപ്പിലാക്കിയവയിൽ ചിലതാണ്. ജന്മിത്ത നിരോധന നിയമങ്ങൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, നിരവധി ഫാക്ടറി നിയമങ്ങൾ, കുറഞ്ഞ കൂലി നിശ്ചയിക്കൽ, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഉന്നമനത്തിനുള്ള സംവരണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, രാജ്യമൊട്ടാകെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ രൂപീകരണം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം, ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയവയാണ്. പിന്നെ അനുച്ഛേദം 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് ഇതിൽ അനുശാസിക്കുന്നുണ്ട്. പിന്നെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. അവകാശ സംരക്ഷണത്തിനായുള്ള മൗലിക അവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ
അഭേദ്യമായ ബന്ധമുണ്ട്. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് ശ്രമിച്ച ചില സന്ദർഭങ്ങളിൽ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വത്തവകാശം ലംഘിച്ചുവെന്ന പേരിൽ ജന്മിത്തമില്ലായ്മ ചെയ്യാനുള്ള നിയമനിർമ്മാണം നടത്തുന്നത് തടസ്സപ്പെട്ടു. വ്യക്തി താൽപര്യത്തിന് ഉപരിയായി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകിയ ഗവൺമെൻറ് ഈ നിർദ്ദേശക തത്വത്തെ പ്രയോഗത്തിൽ വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നെങ്കിലും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. പിന്നെ നിർദ്ദേശക തത്വങ്ങളെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് അവകാശങ്ങളെ വെട്ടിച്ചുരുക്കാമെന്ന വാദം ഗവൺമെൻറ് മുന്നോട്ട് വെച്ചപ്പോൾ മൗലിക അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും പവിത്രവുമാണെന്നും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഇവ പരിമിതപ്പെടുത്താനാവില്ലെന്നുമുള്ള കാഴ്ചപ്പാടാണ് കോടതിക്ക് ഉണ്ടായിരുന്നത്. ഇത് സങ്കീർണമായ മറ്റൊരു സംവാദത്തിന് വഴിയൊരുക്കി. പാർലമെൻറ്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ കഴിയുമെന്ന് ഗവൺമെൻറ് വാദിച്ചപ്പോൾ മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയും പാർലമെൻറ്റിന് വരുത്താൻ കഴിയുകയില്ല എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. പിന്നീട് കേശവാനന്ദ ഭാരതി കേസിൽ കോടതി നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കി. പിന്നെ അടുത്ത കേശവാനന്ദ ഭാരതി കേസ് എന്താണെന്നാണ്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസാണിത്. കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സവിശേഷതകൾ ഉണ്ടെന്നും അത് പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാൻ കഴിയാത്തതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ അടുത്തായിട്ട് നിർദ്ദേശക തത്വങ്ങളും സ്വത്തവകാശവുമാണ്. അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവാദത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് പറയുന്നത്. ഭരണഘടനയിൽ മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിരുന്ന സ്വത്ത് നേടാനും കൈവശം വയ്ക്കാനും നിലനിർത്താനുമുള്ള അവകാശമാണ്. പിന്നെ ഗവൺമെൻറ്റിന് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് വേണ്ട സ്വത്ത് ഏറ്റെടുത്ത് ഉപയോഗിക്കാമെന്ന ഭരണഘടനാ പരാമർശം. പിന്നെ അടുത്തായിട്ട് ദീർഘകാലത്തെ സംവാദത്തിനൊടുവിൽ സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ടുതന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി 1973 വിധിച്ചു. പിന്നെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് അടുത്തായിട്ട് പറയുന്നത്. 44 ഭേദഗതിയാണ് 1978 പിന്നെ നിലവിൽ വന്നത്. പിന്നെ നിലവിൽ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 300A. സ്വത്തവകാശം നിലവിൽ നിയമാവകാശമാണ്. പിന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശ തത്വങ്ങളുടെ പ്രാധാന്യം ഏറെ വലുതാണ്. പിന്നെ അടുത്ത മൗലിക കടമകളാണ്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഭാഗം 4A അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. പിന്നെ മൗലിക അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ മൗലിക ചുമതലകൾ നിർവഹിക്കണമെന്ന് യാതൊരു നിബന്ധനയും ഭരണഘടനയിലില്ല. മൗലിക കർത്തവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലിക അവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതി പ്രകാരമാണ്. പിന്നെ ഈ ഒരു ഭേദഗതി പ്രകാരം എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതെന്നാണ് അടുത്തത് പറയുന്നത്. 10 നിലവിൽ കടമകളുടെ എണ്ണം 11. പിന്നെ മൗലിക കടമകളെ അടുത്തറിയുക. 51A പറയുന്ന മൗലിക കടമകളാണ് അടുത്തായിട്ട് പറയുന്നത്. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും സജ്ജരായിരിക്കുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. പിന്നെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. പിന്നെ
പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. പിന്നെ ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്.